ശ്രീ രാജു പി നായർ, ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും അതനുസരിച്ച് മാറും. നെഹ്റുവിൻ്റെ കാലത്തെ ലോകമല്ല ഇപ്പോൾ, ഇന്ദിരയുടെ കാലത്തെ ലോകമല്ല ഇപ്പോൾ, നരസിംഹറാവുവിൻ്റെ കാലത്തെ ലോകമല്ല ഇപ്പോൾ. ലോകക്രമം മാറിയിട്ടുണ്ട്, ബന്ധങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ സൊല്യൂഷൻസ് ഇപ്പോൾ ആപ്ലിക്കബിൾ ആകില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇന്ത്യ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. ഇസ്രയേലിനോട് മുമ്പ് കർശനമായ നിലപാട് ഇന്ത്യയുടെ മുൻ ഭരണാധികാരികൾക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴങ്ങനെയില്ല. ഇസ്രയേൽ ഇന്ത്യയുടെ ഒരു സഖ്യകക്ഷിയാണ് എന്ന് മാത്രമല്ല, അവിടെ നിന്നാണ് വലിയ തോതിലുള്ള ആയുധ ഇറക്കുമതി നടക്കുന്നതും. അതേസമയം തന്നെ ഇന്ത്യ പശ്ചിമേഷ്യൻ രാജ്യങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നൽകുന്ന രാജ്യങ്ങളാണിവ. ഇതിനെയൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ലോകക്രമത്തിൽ ഇന്ത്യയുടെ വോയിസ് എന്ത് എന്നുള്ളതിനപ്പുറത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വേയിൽ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതിനല്ലേ പ്രാമുഖ്യം കൊടുക്കുക? അഭിലാഷേ, ഏതൊക്കെ ലോകക്രമം മാറിയാലും ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും ശരി, നമ്മുടെ അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ BJP-യുടെ വക്താവ് ഈ ചേരിചേരാ നയമൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ചേരിചേരാ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, കോൾഡ് വാർ നടക്കുമ്പോൾ അവരിൽ ഒരു കക്ഷിയുടെ ഭാഗം നമ്മൾ ചേരില്ല, ഒരു മിലിറ്ററി ഓപ്പറേഷനിൽ ചേരില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ നമ്മൾക്ക് സ്വതന്ത്രമായി ആ വിഷയത്തിൽ അഭിപ്രായം പറയാനും അതിനകത്ത് നിലപാടെടുക്കാനുള്ള നമ്മുടെ അവകാശമുണ്ട്. നമ്മൾ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ ഇടപെട്ടിട്ടുള്ളതും അതിനകത്തൊക്കെ നമ്മൾ പരിഹരിക്കാനായിട്ട് നമ്മൾ മുൻകൈ എടുത്തിട്ടുള്ളത്. അതല്ലാതെ ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അത് ആക്രമിച്ചോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുന്ന ഭീരുത്വമല്ല ചേരിചേരാ നയം. ശ്യാംരാജ് അത് മനസ്സിലാക്കുക ആദ്യം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ദീർഘവീക്ഷണവും BJP-ക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയല്ല അദ്ദേഹം പറയുന്നത്. UAE-യിലുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. നമുക്ക് UAE-യിലുള്ള ഇന്ത്യൻ പൗരന്മാരെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം നടന്നാൽ നമ്മുടെ ആശങ്ക എന്താ? നമ്മുടെ ആശങ്ക UAE-യിലുള്ള നമ്മളുടെ പാവപ്പെട്ട മനുഷ്യരാണ്, ആ മധ്യേഷ്യയിലുള്ള നമ്മളുടെ പാവപ്പെട്ട മനുഷ്യരാണ്. അവരുടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഇന്ത്യ എന്താ ചെയ്യേണ്ടത്? ഈ ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കുക, അതല്ലേ? അല്ലെങ്കിൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ സ്വാഭാവികമായിട്ടും മധ്യേഷ്യയിലുള്ള ഈ പറയുന്ന US-ന്റെ താവളങ്ങളെ ആക്രമിക്കുമെന്ന് അറിയാത്തവരാണോ? 8 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ചപ്പോൾ ഖത്തറിനെ ആക്രമിച്ചില്ലേ? ഇറാനെ ആക്രമിച്ചില്ലേ? കാരണം എന്താ? അവിടെ അമേരിക്കയുടെ താവളമുണ്ട്. ഇറാനെ സംബന്ധിച്ചുള്ള സ്വയം രക്ഷിക്കേണ്ട ആവശ്യകത കൂടെയുണ്ട്. കാരണം ചുറ്റും നിൽക്കുന്ന ഈ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇല്ലാതെയായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. രാജ്യത്തിന് സ്വയരക്ഷയുണ്ട്. ആ സ്വയരക്ഷയ്ക്ക് അവർ ആക്രമിക്കുന്നു. ഈ ആക്രമണം മുൻകൂട്ടി കാണാൻ ഇന്ത്യയുടെ ഈ പറയുന്ന ബധിരം അല്ലെങ്കിൽ അന്ധമായ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ള ഓണസ്റ്റ് അഡ്മിഷനാണ് യുവരാജ് നടത്തുന്നത്. ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ടെൻഷൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ, ഈ ലോകത്തെ ബാധിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ചുള്ള നിലപാടെടുത്ത് ആ തർക്കത്തിനിടപെട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് നേതൃത്വപരമായ പങ്ക് വഹിക്കേണ്ട ഒരു രാജ്യം ചെയ്യേണ്ടത്. അതാണ് ഇന്ത്യ ചെയ്തിരുന്നത്, ഇല്ലേ? മൻമോഹൻ സിംഗ് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് ഈ ഇറാഖിലേക്ക് നടന്ന അധിനിവേശത്തെ വിമർശിച്ചില്ലേ? അമേരിക്കയുടെ മണ്ണിൽ വെച്ച് അത് തെറ്റാണ് എന്ന് പറഞ്ഞില്ലേ? ആ ധൈര്യം നരേന്ദ്രമോദിക്കുണ്ടോ? ഉണ്ടാവില്ല. കാരണം അറിയോ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഞാൻ വാതുറന്നാൽ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ട് മിണ്ടാൻ പാങ്ങില്ലാത്ത ഭീരുവാണ് നരേന്ദ്രമോദി, അല്ലേ? അതല്ലേ പറഞ്ഞത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ ഞാൻ വാതുറന്നാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി നശിച്ചു പോകും എന്നല്ലേ പറഞ്ഞത്? എപ്സ്റ്റീൻ ഫയലിനകത്തുള്ള നരേന്ദ്രമോദി ഇസ്രായേലിന് കളിച്ച ഡാൻസ് ഇന്ന് ലോകത്ത് ഇറാന്റെയും ഇസ്രായേലിന്റെയും US-ന്റെയും കൂടി ഇന്ന് നരേന്ദ്രമോദി ഡാൻസ് കളിക്കുകയാണ്. അതിൽ കൊല്ലപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ അതിനകത്ത് ബുദ്ധിമുട്ടിലാകാൻ പോകുന്നത് ഈ ലോകം മുഴുവനാണ്, ഈ രാജ്യമാണ്. നമ്മളുടെ വിലക്കയറ്റം, നമ്മുടെ ഇന്ധനം, നമ്മുടെ കുക്കിംഗ് ഗ്യാസ് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാം നമ്മൾ തകർക്കാൻ പോവാണ്. അതുകൂടാതെ നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരുടെ സുരക്ഷയും കൂടി തുലാസിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി ഡാൻസ് കളിക്കുന്നത് എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരം. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഇവർക്ക് ഇതുവരെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് BJP-ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പല സ്ഥലത്തും മാഡിസൺ സ്ക്വയറിലും ടൈംസ് സ്ക്വയറിലും കാശ് കൊടുത്ത് ഇവന്റ് നടത്തി അവിടെ വെച്ച് മോദി 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 എന്ന് വിളിച്ചാൽ രാജ്യത്തിന് എന്തോ വലിയ അഭിമാനമായി, ഈ മോദി വലിയ കരുത്തനായി വിശ്വഗുരുവായി എന്ന് ചിന്തിക്കുന്ന മഠയന്മാരാണിവർ. പക്ഷെ അവിടെ വെച്ച് ഇത് നടത്തിയതിനു ശേഷം ട്രംപിന് ആവശ്യമുള്ള മുഴുവൻ കാര്യവും ചെയ്തു. 40-50 പ്രാവശ്യം ഇന്ത്യയുടെ
ഇതിനെ സംബന്ധിച്ച് പരമാധികാരത്തെക്കുറിച്ച് ഖമേനി പറഞ്ഞു എന്നാണ്. പരമാധികാരം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ 40ഓ 50ഓ പ്രാവശ്യം പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ഫ്ലൈറ്റ്സ് ഉൾപ്പെടെ തകർക്കപ്പെട്ടു. ഞാനാണ് അത് രമ്യതയിലൂടെ പരിഹരിച്ചത്, ഞാനാണ് ആ യുദ്ധം അവസാനിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് നോബേൽ തരണമെന്ന് പറയുന്ന ട്രംപ് ഇന്ത്യയുടെ പരമാധികാരത്തിലല്ല കേട്ടോ പറഞ്ഞത്. അല്ല, ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചല്ല പറഞ്ഞത്. യുവരാജെ, ഇരട്ടത്താപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇരട്ടത്താപ്പെന്നൊക്കെ പറയുന്നതിന് ഒരു പരിധി ഉണ്ടാവണം. ഈ ട്രംപ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട്. നരേന്ദ്രമോദി ആ താളത്തിനൊത്ത് തുള്ളുകയാണ്. അത് ഇന്ത്യക്കാരുടെ ഒട്ടേറെയുള്ള ഈ പറയുന്ന GCC ഉൾപ്പെടെയുള്ള അവിടെയുള്ള ഇന്ത്യക്കാരുടെ ജീവൻ വെച്ച് നരേന്ദ്രമോദി കളിക്കുകയാണ്. ആ ചോര അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ചോരക്കറ നരേന്ദ്രമോദിയുടെയും കയ്യിലുണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ശരി.